ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് കടക്കാം. നമ്മൾ സോൺസിന്റെ റിഫൈൻമെന്റിലോട്ടാണ് കടക്കുന്നത്. ഓക്കെ, റിഫൈൻ ചെയ്യുക എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ നമ്മൾ സോണിനെ, വലിയ സോണുകളെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ചെറുതാക്കി ചെറിയ ഒരു റിഫൈൻഡ് ഏരിയയിലായിരിക്കും നമ്മൾ എൻട്രീസ് നോക്കുക. കാരണം നമുക്ക് വലിയ ഏരിയയിലാണ് നമ്മൾ എൻട്രി നോക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസുകളൊക്കെ കൂടുതൽ അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ സോൺ റിഫൈൻമെന്റ്സിന്റെ ഹെൽപ്പ് നോക്കും. ഓക്കെ, എസ്പെഷ്യലി നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന സോൺസ്, ചില സോണുകൾ വളരെ വലുതായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ സോണുകൾ റിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് രണ്ട് രീതിക്കായിരിക്കും നമ്മൾ ഈ റിഫൈൻമെന്റ് യൂസ് ചെയ്യുക. ഒന്ന് LTF റിഫൈൻമെന്റ്. LTFിന്റെ മീനിങ് ലോവർ ടൈം ഫ്രെയിം, അതായത് ചെറിയ ടൈം ഫ്രെയിമിലെ റിഫൈൻമെന്റ്സ് എന്നാണ്. അതുപോലെ തന്നെ EQ റിഫൈൻമെന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം റിഫൈൻമെന്റ്. ഓക്കെ, നമുക്ക് ആദ്യം LTF റിഫൈൻമെന്റിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, LTF റിഫൈൻമെന്റ് നമ്മൾ റൂൾ ബേസ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. ഞാനിവിടെ എഴുതിക്കുന്നില്ല. ഡെയിലിയുടെ സോൺ ആണോ, ഡെയിലിയുടെ സോൺസ് നമുക്ക് എന്ത് ചെയ്യാം, ഫോറക്സിന്റെ ടൈം ഫ്രെയിം, അതായത് ഈ ടൈം ഫ്രെയിമിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡെയിലിയുടെ ഒരു സോൺ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഡെയിലിയിലാണ് ചാർട്ട് നോക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡെയിലിയിലെ സോൺ എന്ത് ചെയ്യാം, 4 മണിക്കൂറിൽ പോയിട്ട് ആ 4 മണിക്കൂറിൻ്റെ അത് നമുക്ക് എന്ത് കിട്ടും, ആ ഡെയിലിയുടെ സോണിനെ പോലെ ഒരു ചെറിയ സോൺ നമുക്ക് 4 മണിക്കൂറിൽ കിട്ടുമായിരിക്കും. അപ്പം ആ വലിയ സോണിനെ നമുക്ക് ആ 4 മണിക്കൂറിലോട്ട് റിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ സോണ് ഡെയിലിയിലെ സോൺ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 4 അവറിന്റെ സോണിനെ നമുക്ക് എന്ത് ചെയ്യാം, 15 മിനിറ്റിലും 15 മിനിറ്റിന്റെ സോൺ 5 മിനിറ്റിലും നമുക്ക് റിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഞാൻ എൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ലോവർ ടൈം ഫ്രെയിം റിഫൈൻമെന്റ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ വലിയ ടൈം ഫ്രെയിമിലെ സോണുകൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, റിഫൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതൊരു മെത്തേഡ്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് എന്നുള്ള കാര്യമാണ്. ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ഇച്ചിരി കൂടെ സിമ്പിൾ ആണ്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ് സോൺ നോക്കുന്നത്, ആ ടൈം ഫ്രെയിമിനെ സോണിന്റെ നേർ പകുതിയാക്കി നമ്മൾ എടുക്കുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് രണ്ടിന്റെയും എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡെയിലി ചാർട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ആദ്യം തുടങ്ങാം. അല്ലെ, നമുക്ക് ഈ ലോവർ ടൈം ഫ്രെയിം റിഫൈൻമെന്റ് ആദ്യം നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാർട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ നമ്മളിപ്പം എന്താ പറയാ, ലെറ്റ്സ് സേ ഓക്കെ, ഡെയിലി നമ്മളിങ്ങനെ നിൽക്കണമെന്ന് വിചാരിച്ചു, കുഴപ്പമില്ല. ഓക്കെ, സോ ഡെയിലി കറന്റ് ആദ്യം എന്താണ്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കമ്പൈൻ ചെയ്യും. സോ ഡെയിലി നമുക്കറിയാം, ഇപ്പം നമ്മൾ ബുള്ളിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡെയിലി ബ്രേക്ക് ഓഫ് സെഷൻ കിട്ടിയിട്ടുണ്ട്. സ്ട്രക്ചർ പോയിന്റുകൾ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. റൈറ്റ്, നമുക്ക് ഇതിനെ ഹൈ എന്ന് വിളിക്കാൻ പറ്റുമോ? കറന്റ്ലി ലെറ്റ്സ് സി, മോർ ദാൻ ഇനഫ്. ഓക്കെ, സോ ഇതായിരിക്കും അടുത്ത ഹൈ പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, സോൺസ് വരയ്ക്കാം നമുക്കല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ഓഫ് സെഷന് പുറകോട്ട് വരിക, ഇംബാലൻസ് ഉള്ള അവസാനത്തെ ക്യാൻഡിൽ ഈ ക്യാൻഡിലുണ്ട്. ഈ എന്താ പറയുക, എക്സ്പാൻഷന്റെ ഒരു പാർട്ടാണ് ഈ ക്യാൻഡിൽ. ഇംബാലൻസ് ഈ ക്യാൻഡിലിന് പിറകോട്ടില്ല, ഈ ക്യാൻഡിലില്ല. സോ ഇത് ഈ ഒരു ലെഗിന്റെ എന്താ പറയാ, എക്സ്പാൻഷൻ ഫേസിന്റെ ഇംബാലൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ ആദ്യത്തെ സോൺ നമുക്ക് ഇവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞ ഡിമാൻഡ് നമുക്കിത് വരയ്ക്കാം. ഓക്കെ, സോ ഇത് ഡെയിലിയുടെ ഒരു ഡിമാൻഡ് സോൺ. ഓക്കെ, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എന്താ പറയുക, ഇത് ആക്ച്വലി ഈ ടൂൾ റെക്ടാങ്കിൾ ടൂൾ തന്നെയാണ്, നമ്മളെ ഈ സെയിം റെക്ടാങ്കിൾ ടൂൾ തന്നെയാണ്. അതിന് ജസ്റ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്സ്റ്റിൽ ഡെയിലി ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞ് ഇട്ടേക്കാണല്ലേ. ഡെയിലിയുടെ സോൺസ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡെയിലിന് താഴോട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെയാണ് വിസിബിലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വൺ ഡേയുടെ താഴോട്ട് മാത്രമേ ഈ സോൺ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എനിവേസ് ഇത് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും, ഇതിനെ പറ്റിയൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി ഡിസ്കസ് ചെയ്യാം. സോ ടെൻഷൻ ഇല്ല. സോ ഒന്നാമത്തെ സോൺ, പക്ഷെ ഇവിടെ അവസാനിച്ചില്ല. നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും സോൺസ് കണ്ടുപിടിക്കുമ്പോൾ ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തൊട്ട് നിങ്ങളെ സ്വിംഗ് പോയിന്റ് വരെയാണ് നിങ്ങൾ സോൺസ് നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള സോണുകളെല്ലാം നോക്കേണ്ടി വരും, മനസ്സിലായി. സോ ലെറ്റ്സ് സീ, ആദ്യത്തെ സോൺ കിട്ടി, പിറകോട്ട് പോകാം. നമുക്ക് പിറകോട്ട് പോവാം. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇവിടെ ഇത് ഒരു സോണാണ് അല്ലെ, നമുക്കറിയാം ഇത് ടൈപ്പ് 1 സോണാണ്. ഓക്കെ, പക്ഷെ ടൈപ്പ് 1ന്റെ എന്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്താണ് അവിടെ നമുക്ക് അടുത്ത സോൺ കിട്ടിയിട്ടുള്ളത്. തൽക്കാലം നമുക്ക് ഇത് വരച്ചിടാം. നമുക്ക് കാണുന്ന സോൺസ് എല്ലാം വരയ്ക്കണം, പിന്നെ നമ്മൾ റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതും ഡെയിലിയുടെ ഡിമാൻഡ് സോൺ എന്നുള്ള രീതിക്ക് നമുക്ക് വെച്ചേക്കാം. അതൊരു സോൺ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഫൈനലി വി ഹാവ്, ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഇംബാലൻസ് ഉള്ള ക്യാൻഡിലുകളുണ്ട്. ഇത് എക്സ്പാൻഷന്റെ ലെഗിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന് അവസാനത്തെ ക്യാൻഡിൽ കണ്ടുപിടിക്കണം. സോ ദിസ് ക്യാൻഡിൽ ഇറ്റ് സെൽഫ് എന്താണ്, നമുക്ക് ഒരു ഡിമാൻഡ് സോൺ ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം ഇതൊരു വിക്ക് സോൺ കൂടെയാണ്. നമുക്ക് വിക്കിലും വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ക്യാൻഡിൽ എടുക്കാം. തൽക്കാലം നമുക്ക് ഈ ഹോൾ ക്യാൻഡിൽ തന്നെ എടുക്കാം ആൻഡ് ഇതിനെ ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പൊ ബ്രോ ഈ ഉള്ളൊരു ടൈപ്പ് 1 ഇല്ലേ, ഇതൊരു ടൈപ്പ് 1 അല്ലേ? ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ടൈപ്പ് 1 ഡിമാൻഡിൽ നിന്നാണ്
നമുക്ക് സത്യം പറഞ്ഞാൽ അടുത്ത ഡിമാൻഡ് എല്ലാം ഉണ്ടായിട്ടുള്ളൂ അല്ലേ. എനിവേസ്, മൾട്ടിപ്പിൾ സോൺസ് ഉണ്ട്, മൾട്ടിപ്പിൾ രീതി വരയ്ക്കാം. ഓക്കെ, സോ നമ്മൾ പൊതുവേ എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇംബാലൻസ് ഉള്ള സോണുകൾക്കായിരിക്കും. ഓക്കെ, സോ ഈ ടൈപ്പ് 1-നെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ. കാരണം എന്താണ്, നമ്മൾ ഇംബാലൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇംബാലൻസുകൾ മാനിപ്പുലേഷൻ ആണ് മാർക്കറ്റിൽ അല്ലേ, അത് ഫില്ല് ചെയ്തേ പറ്റും. അപ്പൊ ഇംബാലൻസസ് ഉള്ള സോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈപ്പ് 1 സോണിനെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ഇംബാലൻസ് ഉള്ള സോണുകൾക്കാണ് അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ ടൈപ്പ് 1 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് തന്നെയാണ് ഇംബാലൻസ് സോൺ. അപ്പൊ നമുക്ക് ഈ ഇത്രയും വലിയ സോണിന് പറയാൻ എന്ത് ചെയ്യാം, നമുക്ക് അറിയാം കാരണമുണ്ട് ഇതിന് താഴെ വരാനുള്ള കാര്യം നമുക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നേരെ ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റും. ഓക്കെ, സോ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ആക്കാം സോൺസ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഗ് സോൺ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ദിസ് ഇസ് ഓൾസോ കറക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇത് ക്യാൻഡിൽ മൊത്തം കൊടുക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് വിഗ് സോൺ വെക്കാം. ഓക്കെ, ലെറ്റ് ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 സോണുകൾ കിട്ടി ഇവിടെ നമ്മൾ ആ പ്രൈസ് ആക്ഷനുള്ളിൽ. ഇനി റിഫൈൻമെന്റ്. ഓക്കെ, ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി, നേരെ ഈ സോണുകളെല്ലാം പാതിയാക്കിയാൽ madi. എങ്ങനെ പാതിയാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫിബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗ്യാൻ ബോക്സ് യൂസ് ചെയ്യാം. ഫിബ് നിങ്ങളെടുത്ത് വരയ്ക്കുമ്പോൾ ഈ 50% ഇൻഫർമേഷൻ ഫിബ് വരയ്ക്കുമ്പോൾ ഫിബിൽ നിങ്ങൾക്ക് സെയിം സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിബ് ഞാൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റേണൽ ലൈൻസ് റൈറ്റ് 0, 0.51, വേറെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം നമ്മൾ ടിക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനൊന്ന് സേവ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു 50% ലൈന് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 50% ലൈന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് നമുക്ക് പതിയെ ചെറുതാക്കി എന്ത് ചെയ്യാം, ആ 50% കൊണ്ട് റിഫൈൻ ചെയ്ത് വെക്കാം. നമ്മൾ എന്ത് ചെയ്യണം ചെയ്താൽ വലിയ സോണിനെ നമ്മളൊന്ന് ചെറുതാക്കുകയാണ്. സെയിം നമുക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഈ സോൺ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ 50% മിറ്റിഗേറ്റ് ചെയ്യാത്ത സോണുകളുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ടൈപ്പ് 1-നെ പറ്റിയാണ് സംസാരിക്കുക. ഈ ടൈപ്പ് 1-നെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതിന്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ്. ഓക്കെ, ഞാൻ പേഴ്സണലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, 50% മിറ്റിഗേറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ സോൺ ഇപ്പോഴും ഉപയോഗിക്കാം. ഓക്കെ, സോ എന്ത് ചെയ്യുക, 50% നിങ്ങൾ മിറ്റിഗേറ്റ് ആയിട്ടില്ലെങ്കിൽ ആ സോണിന്റെ 50% നമുക്ക് വീണ്ടും റിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ടൈപ്പ് 1 എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടൈപ്പ് 1 നമ്മൾ ഏതായിരിക്കും എടുക്കുക, ലാസ്റ്റ് സെൽ ക്യാൻഡിലായിരിക്കും എടുക്കുക. ഈ സോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേർ പകുതിയാക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെ റിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും ഈ സോണിന്. ഓക്കെ, നമുക്ക് അങ്ങനെ റിഫൈൻ ചെയ്ത് വെക്കാം അതിനെ. ഓക്കെ, സോ രണ്ടാമത്തെ സോൺ. ഇതെല്ലാം നമ്മളിപ്പോൾ എന്ത് റിഫൈൻമെന്റ് ആണ് ചെയ്യുന്നത്, നമ്മൾ ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ആണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലെ. നമ്മൾ നേർ പകുതി എടുക്കുകയാണ് സോണുകളുടെ. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ബ്രോ ഈ വിഗ് സോണോ? സെയിം കാര്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്രയും ചെറിയ വിഗ് സോൺ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും, ഞാനിതിനെ വേറൊന്നും ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം ഇറ്റ്സ് ഓൾറെഡി സ്മോൾ ഇനഫ് അല്ലേ. നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈസിൽ തന്നെയാണ് ഈ സോൺ ഉള്ളത്. അതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രീസ് മിസ്സാവും. കാരണം പ്രൈസ് എന്ത് ചെയ്യാം, പ്രൈസ് നേരെ ഈ ഓപ്പൺ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടും കയറിപ്പോവാം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിനെ ഇത് നിങ്ങൾ റിഫൈൻമെന്റിന്റെ ഒരു പാർട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓവറായിട്ട് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രീസ് മിസ്സാവും. സോ നമ്മൾ ഈ റിഫൈൻമെന്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം, ഒബ്വിയസ്ലി നമുക്ക് ഇച്ചിരി കൂടെ കൺഫർമേഷൻ ഇതാണ്. കാരണം പ്രൈസ് ഇവിടെ വന്നിട്ട് നമ്മളെ എൻട്രി കൺഫർമേഷൻസ് നോക്കുമ്പോൾ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള എൻട്രീസ് കിട്ടും, കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ അതേസമയം ഡ്രോബാക്കും ഉണ്ട്. കാരണം പ്രൈസ് നമ്മൾ ഈ റിഫൈൻ ചെയ്ത് വെച്ച സ്ഥലത്ത് വരണമെന്നൊന്നുമില്ല, പ്രൈസ് സോണിന്റെ ഓപ്പൺ വന്ന് ടാപ്പ് ചെയ്തിട്ടും പോവാം. ഓക്കെ, റിഫൈൻമെന്റ് എന്നുള്ള ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ സോണ് ആക്ച്വലി ചെറുതാവുകയില്ല അല്ലെ. സോൺ ഇപ്പോഴും എങ്ങനെയാണ്, സോൺ ഇപ്പോഴും ഇങ്ങനെയാണ് അല്ലെ. ഇവിടെ എല്ലാം സോണുകൾ ഇങ്ങനെയാണ് സോൺ ഉള്ളത്. നമ്മൾ മനഃപൂർവ്വം നമ്മളെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ചെറുതാക്കിയാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. റിഫൈൻമെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെറുതാക്കി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് സോൺ ചെറുതാകുന്നില്ല അല്ലെ. ഇത് നമ്മളെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോപ്പ് ലോസുകളുടെ എണ്ണം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് കൺട്രോൾഡ് ആയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് റിഫൈൻമെന്റ് ചെയ്യുക. സോ ഇതാണ് ഇക്വിലിബ്രിയം റിഫൈൻമെന്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ചെയ്യുക. ഓക്കെ, ഇക്വിലിബ്രിയം റിഫൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന സോൺസിന്റെ നിങ്ങൾ നേരെ എന്തെടുക്കുക, നേരായിട്ടുള്ള പകുതി എടുക്കുക, നേരെ 50% എടുക്കുക. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ എന്താണ് പഠിച്ചത്, നമുക്ക് ലോവർ ടൈം ഫ്രെയിം റിഫൈൻമെന്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ സോണുകളൊക്കെ തിരിച്ചെങ്ങനെയാണോ അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, 50% മാറ്റാം, ബിഗ് സോൺ അങ്ങനെ ഇരിക്കട്ടെ, ആൻഡ് നമുക്ക് ടൈപ്പ് 1 സോൺ അങ്ങനെ വെക്കാം. ഓക്കെ, ഞാൻ എന്ത് പറഞ്ഞു, നമുക്ക് ഈ ഡെയിലിയിലുള്ള സോണിനെ ഈ ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് ചെയ്യുന്ന വരെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം റിഫൈൻ ചെയ്യാം. അപ്പോൾ ഡെയിലിയിലെ സോണാണെങ്കിൽ നമുക്ക് എവിടെ പോകണം, 4 മണിക്കൂറിലാണ് പോകേണ്ടത്. സോ നമുക്ക് ഈ സോൺ ഇങ്ങനെ തന്നെ വെക്കാം, എന്നിട്ട് നേരെ എവിടെ പോകാം, 4 അവേഴ്സിൽ പോകാം. 4 അവേഴ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഡെയിലി സോണിന്റെ അകത്തുള്ള കഥ നിങ്ങൾ നോക്കുക. സോ ഇതാണ് ആദ്യത്തെ സോൺ. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സോണിന്റെ ഉണ്ടായതിന്റെ അകത്ത് തന്നെ 4 അവറിൽ നമുക്ക് എന്തുണ്ട്,
ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിൽ ഉണ്ട് അല്ലേ. നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ വലിയ സോണിനെ നേരെ എന്ത് ചെയ്യാം, ആ 4 അവറിലെ ഇംബാലൻസ് ഉള്ള അവസാനത്തെ ക്യാൻഡിൽ നമുക്ക് കൊണ്ടുവെക്കാം. ഇത്രേ ഉള്ളൂ ലോ ടൈപ്പ് ഫ്രെയിം റിഫൈൻമെന്റ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ടൈപ്പ് 1 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ടൈപ്പ് 1ഉം ഇംബാലൻസും ഉണ്ടെങ്കിൽ ഇംബാലൻസിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്. സോ ഓബിയസ്ലി നമ്മൾ ഈ ക്യാൻഡിലേ എടുക്കത്തുള്ളൂ സോണായിട്ട്. ഓക്കെ, നമ്മൾ ഇത് മുഴുവനായിട്ട് എടുക്കത്തില്ല. നമ്മൾ എത്രത്തോളം റിഫൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ റിഫൈൻ ചെയ്യും. നമുക്കിവിടെ കാരണമുണ്ട്, ഇംബാലൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ വലിയ സോണിൽ നമ്മൾ എന്ത് ചെയ്തു, 4 മണിക്കൂർ വന്നിട്ട് ചെറുതാക്കി വെച്ചു. അതേ കൺസെപ്റ്റ് നമുക്ക് എന്താ ഈ സോണിലും ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുകയാണ് ഇവിടെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ചെറുതാക്കാൻ. സോ വി ക്യാൻ ഫൈൻഡ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഉണ്ട്, ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്യാൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സോണിനെ കൊണ്ട് റിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ. സോ ആ വലിയ ഡെയിലി സോണിനെ നമ്മൾ എന്ത് ചെയ്തു, റിഫൈൻ ചെയ്തു ഈ ക്യാൻഡിൽ വെച്ചു. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻഡിലിൽ ആ ഒരു ഇംബാലൻസിന് അവിടെ നിന്ന് ആ ഓർഡേഴ്സ് ഫിൽ ആവാൻ തുടങ്ങുന്നത് കാണാൻ പറ്റുന്നത് അല്ലെ. ബൈ ഓർഡേഴ്സ് എന്ത് പെട്ടെന്നാണ് ഫിൽ ആവുന്നത് അല്ലെ. നല്ല സ്പ്രെഡ് ഉള്ള ക്യാൻഡിൽസ് ആണ് വരുന്നത് അല്ലെ. സോ നല്ല രീതിക്ക് അവിടെ ഓർഡേഴ്സ് ഫിൽ ആവുന്നുണ്ട്. സെയിം നമുക്ക് ആ വിക് സോൺ പോലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ വിക് സോൺ ആണ് ഇത്. പക്ഷെ ഇവിടെ നിങ്ങൾ 4 മണിക്കൂർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 മണിക്കൂർ ഒരു വിക്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, അങ്ങനെ തന്നെ വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 50% നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ റിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നതിന് 50% റിഫൈൻ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ട് ആവുക എന്നുള്ളത് ആക്ച്വലി നമ്മൾ ട്രേഡ്സ് എടുക്കുമ്പോഴേ പിടികിട്ടുകയുള്ളൂ. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമ്മളിപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്, ഡെയിലിയിലെ സോൺ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡെയിലിയിലെ സോണുകൾ 4 മണിക്കൂർ പോയി റിഫൈൻ ചെയ്തു അല്ലെ. സോ നമുക്ക് ഇങ്ങനത്തെ സോണുകൾ കിട്ടി. അപ്പൊ ഇങ്ങനെയും ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതുപോലെ സെയിം ആയിരിക്കും 4 അവർ 50 മിനിറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 4 അവർ പോയി കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഡെയിലി മാറ്റാം. ചില സമയം നമ്മുടെ ഡെയിലിയിലെയും 4 അവറിലെയും സോണൊക്കെ ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ പ്രശ്നമൊന്നുമില്ല. ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ഈ സ്ട്രക്ചർ പോയിന്റ് എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 4 അവറിന്റെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ 4 അവറിന്റെ ബ്രേക്ക് സ്ട്രക്ചർ, 4Hന്റെ ബ്രേക്ക് സ്ട്രക്ചർ. ഓൾറൈറ്റ്, സോ നമ്മൾ സോൺസ് നോക്കിയാണ്, നമ്മൾ എങ്ങനെ ആയിരിക്കും സോൺസ് നോക്കിയാൽ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നമുക്ക് ഈ ബ്രേക്ക് ചെയ്ത് പിറകോട്ട് വരാം. ഓക്കെ, റൈറ്റ്. സോ ഇങ്ങനെയാണ് ലൈവ് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ പോയിന്റ് വരയ്ക്കാം 4Hന്റെ. ഓക്കെ, 4H നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, എല്ലാം ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, സോ ബ്രേക്ക് സിസ്റ്റം പിറകോട്ട് വരാം. ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ. സോ വി ക്യാൻ ഫൈൻഡ് ദിസ് വൺ അല്ലേ. നമുക്ക് ഈ ക്യാൻഡിലുണ്ട്, കാരണം ഈ ക്യാൻഡിൽ തമ്മിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്നാൽ ഈ ക്യാൻഡിലും ആ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഇല്ല. സോ ആ ലെഗിൽ ഇംബാലൻസ് ഉള്ള ഒരു ക്യാൻഡിലാണ് 4Hന്റെ ഡിമാൻഡ് സോൺ. വീണ്ടും നോക്കാം വേറെ എന്തുണ്ട്, ഇംബാലൻസുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. വിക്ക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സോൺ എന്താണ്, ഇതൊരു വിക്ക് സോണാണ്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പുറകോട്ട് പോവുക. ഈ ക്യാൻഡിലിന്റെ ലോയുടെ താഴെ ഈ വിക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബൈ ഓർഡേഴ്സ്. സോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇതിന്റെ ഇടയിൽ ഒരു സെല്ലുണ്ട്, എന്നിട്ടാണ് ഈ ബൈ അല്ലെ. സോ ആ സെല്ല് നഷ്ടം കാണും, മിറ്റിഗേഷന് കാരണവും കാണും. നമുക്ക് എന്തെടുക്കേണ്ടി വരും, ആ വിക്ക് നമുക്ക് അങ്ങനെ തന്നെ എടുക്കേണ്ടി വരും ഒരു സോണായിട്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വിക്കിന്റെ എന്താ പറയുക, ഓപ്പൺ മിറ്റിഗേറ്റർ ആണ്. നമുക്ക് അതിലോട്ട് വരാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിവേസ് നമുക്ക് മാർക്ക് ചെയ്തിടാം 4Hന്റെ ഡിമാൻഡ് സോൺ. പിന്നെ ഏത് സോൺ ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഏത് സോൺ ഉണ്ട്, ഒബിയസ്ലി ഇതൊരു ടൈപ്പ് 1 സോൺ ആണ്. അല്ലെന്നല്ല അല്ലെ, ഈ സോൺ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1ന്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിക് സോണും ഉണ്ട്. ആ ക്യാൻഡിലിന്റെ ആ വിക്ക് തന്നെ ഒരു വിക് സോൺ ആണ്. സോ ഞാൻ കൂടുതലും ഈ ടൈപ്പ് 1നെക്കാട്ടിലും ഞാൻ പ്രിഫർ ചെയ്യുക മിക്കവാറും ആ വിക്ക് ആയിരിക്കും പേഴ്സണലി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള റിഫൈൻമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ട്രേഡ്സ് എടുത്ത് വരുമ്പോഴേ അത് എന്താണ് വർക്ക്ഔട്ട് ആവുക പേഴ്സണലി എന്ന് പിടിക്കുക. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ടൈപ്പ് 1 ആയിട്ട് തന്നെ വരച്ച് വെച്ചേക്കാം. എങ്ങനെ റിഫൈൻ ചെയ്യുന്നത് പറയാം. ഓക്കെ, സോ 4 അവറിന്റെ ജോൺസൺ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും സെയിം നമുക്ക് ഇക്വിലിബ്രിയം റിഫൈനും ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ പകുതിയായിട്ടുള്ള 50% എടുത്ത് റിഫൈൻ ചെയ്ത് വെക്കാനും പറ്റും. വൺ ചോയ്സ് അല്ലെ. എല്ലാം നിങ്ങൾ വിക് സോൺസ് ഉൾപ്പെടെ എല്ലാ സോൺസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 50% നമുക്ക് മിറ്റിഗേറ്റ് എന്താ പറയാ, എന്തായാലും റിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. എസ്പെഷ്യലി ഇങ്ങനെ വിക് സോൺസിന്റെ ഓപ്പൺ മിറ്റിഗേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓപ്പൺ വീണ്ടും വെക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സോൺ ഉണ്ടായത് എപ്പോഴാണ്, ഓക്കെ, സോൺ നമുക്ക് ആക്ച്വലി ഉണ്ടായത് ഈ വിക്കിലാണ്. ഓക്കെ, ആ വിക്കി സോൺ ഉണ്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ വിക്ക് ആ സോണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇതിന്റെ അകത്തുള്ള സെല്ലിന്റെ ശകലം നമ്മൾ മിറ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് 50% തന്നെ റിഫൈൻ ചെയ്യും, കാരണം ഓപ്പൺ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഇങ്ങനെ ചാർട്ട് വെച്ചേക്കത്തില്ല. നമ്മൾ ഓൾറെഡി ഇതിന് 50% ആ വിക് സോണിന് ഓൾറെഡി ഇങ്ങനെ റിഫൈൻ ചെയ്തായിരിക്കും വെക്കുക. ഓക്കെ, ഓൾറെഡി. കാരണം എന്താണ്, ഒരു റീസൺ ഓപ്പണും കൂടെ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. സെയിം കാര്യം നമുക്ക് ആ ടൈപ്പ് 1 സോണിലും ചെയ്യാൻ പറ്റും. ടൈപ്പ് 1 സോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് 1 സോൺ നേരെ എന്തെടുക്കാം, നമുക്ക് നേരെ
50% എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ റിഫൈൻ ചെയ്യാൻ കഴിയും. ഇതല്ലെങ്കിൽ നമ്മൾ അടുത്ത മെത്തേഡ് എന്താണ് പഠിച്ചത്? നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും? 4 മണിക്കൂറിന്റെ സോണാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 50 മിനിറ്റ്സിൽ പോയിട്ട് ഈ 4 മണിക്കൂറിന്റെ സോണുകൾ റിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന 50 മിനിറ്റ്സിൽ നേരത്തെ ഡെയിലിയിൽ എങ്ങനെ നോക്കിയോ അതുപോലെയാണ് ഇവിടെ സോൺ നോക്കുക. ചില സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ സോൺസ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സോൺ ഉണ്ട്. ഇത് ഇംബാലൻസ് ഉള്ള ഒരു സോണാണ്. 50 മിനിറ്റ്സ് ശ്രദ്ധിച്ച്, ഇതാണ് ആ 4 മണിക്കൂറിന്റെ ആദ്യത്തെ സോൺ അല്ലേ. അപ്പോൾ 50 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റ്സ് സോൺ, ഈ സോൺ ഉണ്ട് ഒരെണ്ണം, റൈറ്റ്, ഇതൊരു സോണാണ് അല്ലേ. അതേസമയം എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ റിഫൈൻഡ് ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു സോണാണ്. കാരണം അതിന്റെ ടാപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ, അല്ലെ 2 സോൺ ഉണ്ട് ഇവിടെ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ആൻഡ് നിങ്ങൾ നോക്കിയാൽ മൾട്ടിപ്പിൾ സോൺസ് കിട്ടും ചിലപ്പോൾ നമുക്ക്. ഓക്കെ, അപ്പൊ ഇതെന്ത് കൺഫ്യൂസിങ് ആവശ്യം ശരി നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാന്ന് ഞാൻ പറയാം. ഓക്കെ, ഈ സോൺ എനിക്കൊന്ന് ഓൾറെഡി മിറ്റിഗേറ്റഡ് അല്ല അല്ലേ. എനിക്കൊന്ന് ഇപ്പോഴും നമുക്ക് ഇംബാലൻസ് ഉണ്ടോ? ഇല്ല, ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണെന്ന് തോന്നുന്നു. സോ നമുക്കത് നോക്കണ്ട. ശരി, ഓക്കെ, സോ ഈ സോൺ നമുക്ക് വേണമെന്നില്ല. ഒബിയസ്ലി ഈ ക്യാൻഡിൽ എടുക്കേണ്ടി വരും, കാരണം ഇംബാലൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ സോൺ ഉണ്ട് 15 മിനിറ്റ്. സോ ഇതെന്ത് ചെയ്യും? നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഈ ലോ ടൈം ഫ്രെയിം റിഫൈൻ ചെയ്യുമ്പോൾ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നേരെ ആ 4 അവറിന്റെ ഇക്വിലിബ്രിയം തന്നെ റിഫൈൻ ചെയ്യുക. ഇതിങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, കാരണം മൾട്ടിപ്പിൾ സോൺസ് ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ കൂടും. നമ്മൾ എന്തിന്? നമുക്ക് ആ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, നമുക്കെല്ലാം സിമ്പിൾ ആയിട്ട് പോയാൽ മതി. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ സോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ 4 അവറിൽ തന്നെ തിരിച്ചു പോവുക, ഇക്വിലിബ്രിയം തന്നെ ചെയ്യുക. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കേണ്ട. ലോ ടൈം ഫ്രെയിം റിഫൈൻ്റെ ആവശ്യമില്ല, കാരണം മൾട്ടിപ്പിൾ സോൺ. നേരെ വരാ, ഇക്വിലിബ്രിയം റിഫൈൻ, പരിപാടിയില്ല, സിമ്പിൾ. ഓക്കെ, അടുത്ത സോൺ നോക്കാം. ഓക്കെ, സോ ഈ വിഗ് സോൺ ഉണ്ട്. ആ വിഗ് സോൺ എങ്ങനെയാണ്? നമുക്ക് തൽക്കാലം ഈ സോണിന് ഓക്കെ ഇതിൽ 50 മിനിറ്റ്സിൽ പോയിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ, എവിടെയാണ് സോൺ ഉണ്ടായത്? ഈ ക്യാൻഡിൽ അല്ലേ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇംബാലൻസ് ഉള്ള അവസാനത്തെ ഒരു ക്യാൻഡിൽ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ടൈപ്പ് 1 ആണ്, ഒരു വിഗ് സോണും ആണ് അല്ലേ, പ്ലസ് ഇംബാലൻസ് ഉണ്ട്. ഒബിയസ്ലി ഇത്ര ചെറിയ വിക്ക് ആണെങ്കിൽ നമുക്ക് മുഴുവൻ ക്യാൻഡിൽ തന്നെ എടുത്താൽ മതി. സോ ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ 50 മിനിറ്റ്സിൽ നമ്മൾ 4 അവറിന്റെ സോണിനെ റിഫൈൻ ചെയ്ത് വെക്കുന്ന രീതി. ഓക്കെ, ഇനി അവസാനം നമുക്കൊരു വിഗ് സോൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനെ ടൈപ്പ് 1ന്റെ രീതിക്ക് തന്നെ എടുക്കാം. നമുക്ക് നോക്കാം അതിനെങ്ങനെ റിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടൈപ്പ് 1 സോൺ നമുക്ക് എടുക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് 1 സോണിന്റെ അകത്താണ് ഈ സോൺ ഉള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം? ഇവിടെ ഈ രീതിക്ക് നോക്കാം, കാരണം ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്തത്? ആ സോൺ കിട്ടിയിട്ടുള്ളത്. 50 മിനിറ്റ്സിൽ പോവാം. ഓക്കെ, 50 മിനിറ്റ്സ് നമ്മൾ വന്നു. സോൺ എവിടെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ? നമ്മൾ ഈ ബ്രേക്കോട് കൂടിയാണ് സോൺ ക്രിയേറ്റ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു വിഗ് സോൺ തന്നെ ഉണ്ട് ഇവിടെ, 15 മിനിറ്റ് അല്ലേ. മൾട്ടിപ്പിൾ സോൺസ് ഉണ്ട്, 1 2. സോ എനിക്ക് ഓൾറെഡി കാണാം മൾട്ടിപ്പിൾ സോൺസ് ഉണ്ടെന്നുള്ള കാര്യം. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ കൂടുതൽ ഒന്നും ഇതിനെ എക്സാജറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നേരെ എന്ത് ചെയ്യാൻ, എനിക്ക് 50% അങ്ങോട്ട് റിഫൈൻ ചെയ്ത് വെക്കാം. കാരണം മൾട്ടിപ്പിൾ സോൺസ് എനിക്ക് ഓൾറെഡി അവിടെ കണ്ടു. 15 മിനിറ്റ് ഒന്നിലേക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ടൈപ്പ് 1 ഒരു വിഗ് സോണും കൂടെയാണ്. താഴെ ഒരു വിക്ക് ഉണ്ട്. പക്ഷെ ഈ വിക്ക് നമ്മൾ ഇങ്ങനെ എടുക്കത്തില്ല. കാരണം എന്താണ്? കാരണം ഇവിടെയും വിക്കിന്റെ എന്ത് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ് അല്ലെ. ഓപ്പണിൽ മിറ്റിഗേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ 50% തന്നെ എടുക്കും. ഓക്കെ, ഡിഫോൾട്ട്ലി നമ്മൾ 50% തന്നെ ആയിരിക്കും എടുക്കുക, കാരണം 50% മിറ്റിഗേഷൻ ബാക്കിയുണ്ട്. സോ ഇങ്ങനെയായിരിക്കും ഈ 4 അവറിന്റെ സോണുകൾ നമ്മൾ എന്ത് ചെയ്യുക? റിഫൈൻ ചെയ്ത് വെക്കാൻ പോകുന്നത്. ഓക്കെ, let's display price ahead. Okay. അതെ, പ്രൈസ് ഇപ്പം ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓൾറെഡി. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. പ്രൈസ് എവിടെ നിന്നാണ് ഇപ്പം ആ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യം. ഓബിയസ്ലി ഇപ്പം മാർക്കറ്റ് ഓപ്പൺ അല്ല, എന്നാലും നമ്മൾ ആ വരച്ച സോണിലാണ് എക്സാക്ട്ലി പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത് അല്ലേ. ഈ റിയാക്ഷൻ ആണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചാർട്ടിൽ നമ്മൾ സോൺസ് വരച്ച് അതിനെ റിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒരു ചാർട്ടിൽ പോവുക. ഇപ്പം ഡെയിലി, തൽക്കാലം ഡെയിലി മാത്രം നമ്മൾ ആദ്യം എക്സസൈസ് ചെയ്തത്, ഡെയിലിയിൽ നിങ്ങൾ ഈ സോൺസ് വരച്ചിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിം റിഫൈൻമെന്റും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം റിഫൈൻമെന്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു വാക്ക് ത്രൂ ചെയ്യും. എങ്ങനെയാണ് ഈ ചാർട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ സോൺസ് എല്ലാം മാർക്കപ്പ് ചെയ്ത് ഇടുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. Take care.